ഹൈവേകൾ തടയുന്ന പ്രതിഷേധക്കാർക്ക് ഇരട്ടിപ്പിഴ ചുമത്താനുള്ള റിപ്പബ്ലിക്കൻ ശ്രമത്തെ ഡെമോക്രാറ്റുകൾ പിന്തുണച്ചു. തിങ്കളാഴ്ച ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി അവതരിപ്പിച്ച നിയമനിർമ്മാണം 4 ഡെമോക്രാറ്റുകളുടെ നിർണായക പിന്തുണയോടെ അംഗീകാരം നൽകി. ഈ നിയമനിർമ്മാണം സമ്പൂർണ്ണ അസംബ്ലിയും സെനറ്റും പാസാക്കുകയും ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ പിന്തുണ നേടുകയും വേണം. എന്നാൽ സംസ്ഥാന നിയമസഭയിൽ ആധിപത്യം പുലർത്തുന്ന ഡെമോക്രാറ്റുകൾക്കിടയിൽ വോട്ടുപിളർപ്പിനെ സൂചിപ്പിക്കുന്നു. ഹൈവേ തടയുകയും അടിയന്തര വാഹനങ്ങൾ കടന്നുപോകുന്നത് തടയുകയും ചെയ്യുന്ന പ്രതിഷേധക്കാർക്കുള്ള പിഴ $100 നിന്ന് $200 ഇരട്ടിയാക്കും. 3 വർഷത്തിനുള്ളിൽ ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്ക് പിഴ $1000 ഉയർന്നേക്കാം. ഈ ഹൈവേ തടയലുകൾ പതിവുള്ളതും കൂടുതൽ അശ്രദ്ധവും കൂടുതൽ അപകടകരവുമാണെന്ന് അസംബ്ലി അംഗം കേറ്റ് സാഞ്ചസ് പറഞ്ഞു. സാൻ ഫ്രാൻസിസ്കോ ഓക്ലാൻഡ് ബേ ബ്രിഡ്ജിൽ നേരത്തെ നടത്തിയ പ്രകടനം ഒരു പ്രാദേശിക ആശുപത്രിയിൽ 3 അവയവ മാറ്റിവെക്കൽ വൈകിപ്പിച്ചതായി തെക്കൻ കാലിഫോർണിയ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന സാഞ്ചസ് പറഞ്ഞു. ജുവാൻ കാരില്ലോ, ഡയാൻ പപ്പാൻ, ക്രിസ് വാർഡ്, ഗ്രെഗ് ഹാർട്ട് എന്നിവരാണ് ബില്ലിനെ പിന്തുണച്ച 4 ഡെമോക്രാറ്റുകൾ.